കേരളത്തിലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ നോമ്പായി എന്ന് വെച്ചാൽ ഒരു മാസം ഉദിച്ചത് 4 ദിവസത്തിൽ. കർണാടകത്തിലൊക്കെ വേറൊരു കോലത്തിലാണെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോ ആരാണ് ഇതിൽ ജനങ്ങൾ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയായി കിടക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ ജനങ്ങളോടുകൂടി നോമ്പെടുക്കുക, ജനങ്ങളോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുക എന്നതിനെ അടിസ്ഥാന നിയമമാക്കി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അത് റമദാൻ മാസത്തിലെ നോമ്പിലേക്കും ശവ്വാലിലെയും ദുൽഹജ്ജിലെയും പെരുന്നാളുകൾക്കും മാത്രമായ ഒരു കാര്യമാണോ, ഒരു നിയമമാണോ, അതോ മുഹറം മാസത്തിന് ബാധകമാകാത്തതാണോ എന്നുള്ളത് അവരൊന്ന് വിശദീകരിക്കണം. മുഹറം മാസത്തിലെ 9, 10 നോമ്പുകൾ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളായാൽ കുഴപ്പമില്ല. വിവിധങ്ങളായ സംഘടനകൾക്ക് വിവിധങ്ങളായ ദിവസങ്ങൾ തെരഞ്ഞെടുക്കാം എന്ന് വരുമ്പോ അതിൽ ആര് പറഞ്ഞതാണ് ഇപ്പൊ ജനങ്ങളുടെ അഭിപ്രായം ആവുക? കേരളത്തിലെ ഏറ്റവും അധികം വലിയ ഭൂരിപക്ഷമുള്ള വിഭാഗം ആരാണ്? EK വിഭാഗം സമസ്തക്കാര്. അവരുടെ നിലപാട് സ്വീകരിക്കണോ? അത് കഴിഞ്ഞാൽ പിന്നെ AP വിഭാഗം സമസ്തക്കാരാണ്. അവരുടെ നിലപാട് സ്വീകരിക്കണം. ഒന്ന് വെള്ളിയാഴ്ച തുടങ്ങിയവരാണ്, രണ്ടാമത്തത് ശനിയാഴ്ച തുടങ്ങിയവരാണ്. അപ്പോ ഇതിൽ ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? ഇതിൽ ആരാണ് ജനങ്ങൾ? അല്ല, മൂന്നാമത് വിഭാഗമായ മുജാഹിദുകൾ തെരഞ്ഞെടുത്ത 26-ാം തീയതി മാസം 1 എന്നുള്ള നിലപാട് സ്വീകരിക്കണോ? അല്ല, വിസ്ഡക്കാരായ ആളുകൾ തെരഞ്ഞെടുത്തിട്ടുള്ള 28 എന്ന സമസ്തക്കാരന്റെ കൂട്ടത്തിലുള്ള മാസപ്പിറവിയെയും മുഹറം മാസത്തിലെ 9, 10 നോമ്പിനെയും അങ്ങനെ തെരഞ്ഞെടുക്കണോ? ഇതിൽ ആരാണ് ജനങ്ങൾ? ഇതിൽ ആരാണ് ഇപ്പൊ നമ്മൾ സൂമൂലി പറയുന്ന അസൗമ യൗമ യസൂമുന്നാസ് വൽ ഫിത്റു യൗമ യുഫ്തിറുന്നാസ് എന്ന് പറയുമ്പോ ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജനങ്ങൾ നോമ്പ് നോൽക്കുമ്പോൾ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ഇതിൽ ആരെയാണ് ഇപ്പൊ നമ്മൾ ജനങ്ങളായി കാണേണ്ടത്? യാസിർ ബിൻ ഹംസ പറഞ്ഞ പ്രകാരം വലിയ ഖാദി പറഞ്ഞത് സ്വീകരിക്കണതാണ്. ഇതിലിപ്പോ വലിയ ഖാദി ആരാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സമസ്തയുടെ നേതാവായ ജഫ്രി മുത്തുക്കോയ തങ്ങളാണോ വലിയ ഖാദി, അതോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയാണോ നമ്മൾ വലിയ ഖാദിയാക്കേണ്ടത്? അപ്പൊ അങ്ങനെയാണ് ഇപ്പോ സംഘടനാ തലത്തിലാണ് ഉറപ്പിച്ചു വരുന്നത്. അപ്പൊ ഇതിൽ ആരെയാണ് ഇപ്പൊ നമ്മൾ ജനങ്ങളായി അംഗീകരിക്കേണ്ടത്? അത് ഒന്ന് വിശദീകരിക്കപ്പെട്ട തിരക്കുകളില്ല. കേരളത്തിലെ ജനങ്ങൾ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഛിദ്രമായി കിടക്കുമ്പോ ഏത് ദിവസത്തിൽ നോമ്പെടുത്താലാണ് ജനങ്ങളോടൊപ്പമുള്ള നോമ്പാവുക എന്നുള്ളതിനൊരു കൃത്യത കിട്ടിയാൽ തിരക്കേടില്ല. അത് യാസിർ ബിൻ ഹംസ എന്ന് പറയണം. അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ ഫിത്തന ഉണ്ടാക്കി പോയവരായ ആളുകൾ, മുഹ്സിൻ അദീദ്, നിയാബ് ബിൻ ഖാലിദ്, കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരു ജനങ്ങളോടൊപ്പം പെരുന്നാൾ, ജനങ്ങളോടൊപ്പം നോമ്പ് എന്ന് പറയുന്ന ഇവർക്കിപ്പോ ആരുടെ കൂട്ടത്തിലാണ് നോമ്പ് നോൽക്കുക? അവര് സമസ്തക്കാരെ വിട്ട് മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ആരെ ഇപ്പൊ ഇവർ സ്വീകരിക്കുക? ഒന്നുകിൽ കേന്നമനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ വിസ്തത്തിനെ സ്വീകരിക്കണം. ഇതിൽ ആരാക്ക് സ്വീകരിക്കാൻ പറ്റുക? കേന്നമകാരനെ സംബന്ധിച്ചിടത്തോളം അവർ 25-ന് മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 28 ആവും. ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്ത്. ആ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായമാകുമോ? വിസ്ഡക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനതൊന്നും ബാധകല്ല, എല്ലാ മാസവും നോക്കണം, കാണണം എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ മാസം കണ്ടിട്ട് പിന്നെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഇവിടെ മാസം കണ്ടത്. അവന് 30 പൂർത്തിയാക്കണം എന്നാണ് അവന്റെ കാഴ്ചപ്പാട്. ഇത് സ്വീകരിക്കണം. ഇതിലിപ്പോ ആരാ ജനങ്ങള്? ഇതിൽ ജനങ്ങളായിട്ട് ഈ 4 കൂട്ടരിൽ ആരെയാണ് ജനങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതിനൊരു ഉത്തരം ആരാ തരിക? കിട്ടിയാ തിരക്കേടില്ല. ഏതായിരുന്നാലും നമ്മളെ കാര്യം ഇവിടെ ഭദ്രായി. നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച കാര്യം, ഒരു മാസം ഉദിക്കാൻ 8 പ്രാവശ്യം ഉദിക്കൂ. അത് ലോകത്ത് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു ഉദിപ്പാണ്. അത് കേരളത്തിൽ 4 ദിവസം ഉദിക്കാന്ന് പറഞ്ഞാൽ പൊട്ടത്തരമാണ്, വിവരക്കേടാണ്, യുക്തിശൂന്യമാണ്, പ്രമാണവിരുദ്ധമാണ്. അപ്പൊ പിന്നെ ലോകത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഒരൊറ്റ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ആക്കുമ്പോ അവരുടെ കൂടെ നമ്മൾ നോമ്പെടുക്കുകയാണ് എങ്കിൽ അതല്ലേ ജനങ്ങളോടുകൂടിയുള്ള നോമ്പ് എന്ന് പറഞ്ഞ്? അപ്പൊ നമ്മൾ ഹക്കിലാണ്. ഈ വിഷയത്തിൽ 100% പ്രമാണത്തിലാണ്, ഹക്കിലുമാണ് എന്ന കാര്യം ഇവിടെ സുനിശ്ചിതമായി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തിരിച്ചറിവിനുള്ള ഒരു സന്ദർഭമാണ്. ആ തിരിച്ചറിവ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ബാറക്കല്ലാഹു ഫീക്കും.